ആമിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ കാണാതായ ജോയിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നും തുടരും. നേവി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് സംയുക്ത തെരച്ചിൽ വീണ്ടും ആരംഭിക്കുന്നത്. മാനസയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മാനസ, തെരച്ചിൽ എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഇന്നത്തെ തെരച്ചിൽ സംബന്ധിച്ച വിവരങ്ങൾ. വിജയ്, രക്ഷാദൗത്യത്തിൻ്റെ 3-ാം ദിനം കടക്കുകയാണ്. പക്ഷേ പ്രധാനമായും ഇവിടെ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മുതലുള്ള മഴ തന്നെയാണ്. എങ്കിൽ കൂടിയും ഇന്ന് 6:30 തിരച്ചിൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധ സംഘം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാവികസേന സംഘം സ്ഥലത്ത് എത്തിയിരുന്നു. നാവികസേന സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. ഒപ്പം തന്നെ സ്കൂബ ടീമും സംഘത്തിൽ ഉണ്ടാകും. ഏതായാലും ഇന്ന് ടണൽ വഴിയുള്ള പരിശോധന തന്നെ വീണ്ടും നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഏത് രീതിയിലാണ് അവരുടെ പരിശോധന കാര്യങ്ങളൊക്കെയും നടക്കുന്നത് എന്ന് ഇതുവരെയും പുറത്തു പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയോടെ എത്തിയ സംഘം മേയറും അതോടൊപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള അധികൃതരോട് സംസാരിച്ചതിന് ശേഷം ആ ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്ന് അറിയിച്ചതായിരുന്നു. പക്ഷേ പുറത്തു പറയാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നില്ല. എങ്കിൽ കൂടിയും ഈ ടണൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തും. ഒപ്പം തന്നെ ഈ ടണൽ പോയ വഴികളൊക്കെയും ഈ 117 മീറ്ററാണ് ടണലിൻ്റെ നീളം. അതൊക്കെയും കഴിഞ്ഞ ദിവസം സ്കൂബ ടീം സഞ്ചരിച്ച് പരിശോധിച്ചതാണ്. അത് വീണ്ടും ഒന്നുകൂടെ പരിശോധിക്കാൻ തന്നെയാണ് സാധ്യത. ഒപ്പം ഈ സ്കൂബ ടീമും ഈ നാവികസേന സംഘവും ചേർന്നുള്ള ഈ ഒരു പരിശോധനയിൽ ഫലം കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ 2 ദിവസം നീണ്ട പരിശോധനയിൽ ഒരു ഫലവും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനമായ ആശങ്ക. ഒപ്പം തന്നെ ഈ മാലിന്യ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും ഫലം കാണാൻ സാധിച്ചില്ല. റോബോട്ടിക് സംവിധാനമൊക്കെ ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു മാലിന്യ നീക്കം. മാനസ ഇടപെടുകയാണ്. ആമിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ കാണാതായ ജോയിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നും തുടരും എന്ന വാർത്തയാണ് മാനസ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്.